ചൂടുള്ള പുഴിയും കപ്പയും നല്ല എരിവുള്ള മുളകും കൂടി കൂട്ടി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. ആ ടേസ്റ്റിന് മുമ്പിൽ ബാക്കി എല്ലാം ഒന്നങ്ങ് മാറി നിൽക്കുമല്ലേ. അപ്പം നമുക്കിന്ന് വൈകുന്നേരത്തെ ചായക്ക് ഇതേ കപ്പ പുഴുങ്ങിയാലോ. ശരിക്കും പറഞ്ഞാൽ നല്ല മഴയുള്ളൊരു വൈകുന്നേരം ഇല്ലേ, ആ വൈകുന്നേരം ഇത് കഴിക്കുമ്പോഴട്ടോ ഇതിൻ്റെ സ്വാദ് ശരിക്കും കൂടുന്നത് തന്നെ. നല്ലൊരു മഴയുള്ളൊരു വൈകുന്നേരം നല്ല ചൂട് ചായ നല്ല ചൂട് പുഴിയും കപ്പയെടുത്ത മുളകിലേക്ക് മുക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ ഇതേ വലുപ്പത്തിൽ അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഓരോന്നോരോന്നായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കൈയോടെ തന്നെ നമ്മൾ കപ്പയുടെ വേസ്റ്റ് അങ്ങ് എടുത്ത് മാറ്റിയിട്ട്, അല്ലെങ്കിൽ പിന്നെ കിച്ചൺ ആകെ അലമ്പായിട്ടിരിക്കും. അതിനുശേഷം കപ്പയിലേക്ക് ഉപ്പ് ചേർക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഉപ്പ് തീർന്ന കാര്യം അറിയരുത്. പിന്നെ അത് അപ്പം തന്നെ ഉപ്പ് നേരെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കപ്പ പുഴുങ്ങുന്ന കാര്യം വളരെ സിമ്പിൾ ആയിട്ട് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അത്യാവശ്യം ഉപ്പും കൂടി ഇട്ടിട്ട് ഗ്യാസ് സ്റ്റവിലേക്ക് വെച്ച് 2 വിസിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നേരെ ഗ്യാസ് അങ്ങ് സിമ്മിലിടുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തതിന് അപ്പം തന്നെ പോയി കുക്കർ തുറക്കാൻ നിൽക്കരുത് കേട്ടോ. ഇതേപോലെ വിസിൽ ഫുൾ പോയാൽ നോക്കിയിട്ട് വേണം കുക്കർ തുറക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ചൂട് പുഴിയും കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലെ വെള്ളമെല്ലാം മൂറ്റിക്കളഞ്ഞിട്ട് അത് അങ്ങ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മുടെ കപ്പ മുക്കി കഴിക്കാനുള്ള സംഭവം കൂടി റെഡിയാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഇടികല്ലിലേക്ക് കുറച്ച് ഉള്ളിയും ഇടിച്ച മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങ് ഇളക്കുക. അതോടെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ആ കപ്പ എടുത്ത മുളകിലേക്ക് മുക്കി കഴിച്ചാൽ മാത്രം മതി. വളരെ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്.